എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ലൈഫ് സ്റ്റൈൽസ്. അപ്പൊ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓണം 2024 ആണ്. നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോയി എന്തേടാ ചുമക്കുന്നോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ നമ്മളൊരു സ്ഥലത്ത് പോയി ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്നങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് പോകുന്നത്. കിച്ചു നാട്ടിലാണ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അവരിങ്ങനെ നിർബന്ധിച്ചപ്പോ ഓക്കെ ആദ്യം ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ, അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതേ ആദ്യക്കൂട്ടം നല്ല സുന്ദരക്കൂട്ടനായിട്ടുണ്ട്. ആദ്യക്കൂട്ടം ഞാൻ മുടി വെട്ടിക്കാറായിരിക്കും കേട്ടോ. കിച്ചു നാട്ടിൽ നിന്ന് വന്നിട്ട് വെട്ടിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോണ്ടേ, കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ പിന്നെ കിച്ചുവിന് ഇപ്പൊ വരാൻ കുറച്ച് ഈസി ഉള്ളൂ. അപ്പോ കിച്ചു വന്നിട്ടുണ്ട് മുടിയൊക്കെ വെട്ടിച്ചൊന്നും കൂടെ സുന്ദരക്കൂട്ടനാക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ സിക്കാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇന്നലേക്ക് എന്റെ കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുകയായിരുന്നു. എന്നെ കിച്ചു കളിയാക്കും അയ്യല വിക്രത്തിന്റെ പോലെ ഇരിക്കണേന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല മേലൊക്കെ ഒരു അലർജി പോലെ. 2 ദിവസം മുന്നേ ഞാനൊരു ബിരിയാണി മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ആകെ പണി കിട്ടിയെന്നാ പോരെ. അപ്പൊ എന്തായാലും ഇന്ന് ഇപ്പൊ തേഴ്സ്ഡേ ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ലീവാണ്. 3 ദിവസത്തെ അവധിയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി പോയിട്ട് നാളെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും തിരിച്ചു വരും കേട്ടോ. അങ്ങനെയാണ് ഒരു പ്ലാന്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് പോകുന്നത്. അവരുടെ പിന്നെ അറിയാവുന്ന കുറെ ഫാമിലി കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ആക്ച്വലി ഞങ്ങളുടെ ഫ്രണ്ടിനും ഫാമിലിനും മാത്രമേ കേട്ടോ അറിയുള്ളൂ. അപ്പൊ എന്തായാലും അവരുള്ള ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം ആദ്യയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് അഭിയ ചേച്ചി. അപ്പൊ അഭിയ ചേച്ചിനെ കാണുമെന്നുള്ള ഒറ്റതിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ഓണം 2024 എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇവിടെ അടിച്ചു പൊളിക്കൂ അതോ ഇനി അവിടെ പോയി വയ്യാണ്ടേ അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ. ഹലോ. അപ്പോൾ നമ്മൾ നേരത്തെ പോകാൻ ഇരുന്നതാണ് കേട്ടോ. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം നമ്മുടെ പോക്കൊരു ഇച്ചിരി ലേറ്റ് ആയി. അപ്പൊ ഇപ്പൊ സമയം 7:15 നമ്മുടെ ഫ്രണ്ട്സ് വണ്ടിയും കൊണ്ട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് കബ്ദിലോട്ടുള്ള യാത്ര തുടങ്ങാം. ഞാനതേ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെയും ആദ്യം കുറഞ്ഞ ഡ്രസ്സും നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മൾ കബ്ദിൽ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ നൈറ്റും നാളത്തെ ഡേയും സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നാളെ നമുക്ക് ഫുൾ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ട്രാംപലീനും പിന്നെ അവർക്ക് സ്ലൈഡും ഊഞ്ഞാലും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവർ ഫുൾ കളിയായിരുന്നു. പോരെ താഴെ പോരെ. അന്ന് രാത്രി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മിഠായി വർക്കലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഡാൻസും പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വക ജംഷറാട്സും പിന്നെ നമ്മൾ ഈ ചിത്രങ്ങൾ നോക്കി പാട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പരിപാടികളും അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യക്കൂട്ടം സ്വന്തമായിട്ടിരുന്ന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നതാരെന്നുള്ളൊരു മത്സരമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ അവൻ്റെ കമ്പനിക്ക് അവന് വേറൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പേരും കൂടെ ഇരുന്ന് പിന്നെ വെള്ളം കുടി മത്സരമായിരുന്നു.
അങ്ങനെ ഇതേ രാത്രിയിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ച് നമ്മളിനി ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് നാളെ കാണാം. ഹലോ, അങ്ങനെ അതെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു ഉൾവശം. ആ ഡോറ് കാണുന്നതൊക്കെ റൂമുകളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ റൂമുകളുണ്ട്. നമ്മളിങ്ങനെ പല പല ഫാമിലി ആയിട്ടാണ് ഓരോ റൂമിലും താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ന് ഉത്രാടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് വിപുലമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കാം. അപ്പതേ നമുക്ക് പൂക്കളം തൊട്ട് തുടങ്ങാല്ലേ, അതല്ലേ അതിൻ്റെ ഒരു രീതി. നമ്മളിത് ഇവിടെ ഒരു ടേബിളിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഓട്ടപ്പാച്ചിലായ കാരണം പൂക്കൾ മേടിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളുള്ള കളർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം സെറ്റ് ചെയ്യുന്നത്. എനിക്ക് വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനിത് ഈ പേപ്പറൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടപ്രയത്നത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഗതി ഞങ്ങൾ വിചാരിച്ചേക്കാൾ ഗംഭീരമായിട്ട് വന്നു. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പൂക്കളൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ എനിക്കിവിടെ ഡീറ്റെയിൽഡ് ആണ് കാണിക്കാനൊന്നും പറ്റില്ല, കാരണം നമ്മൾ രാത്രി ലേറ്റ് ആയിട്ടല്ലേ എത്തിയത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കബ്ദ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇതുപോലെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഗ്യാദർ ചെയ്യാൻ പറ്റിയ ഒത്തിരി നല്ല സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ ഉള്ളിലെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടേക്ക് ചുറ്റി കറങ്ങി കണ്ടു. ഇനി നമുക്ക് കുളിച്ച് റെഡിയായി നമ്മുടെ ഓണം ഔട്ട്ഫിറ്റിലോട്ട് മാറാം. അങ്ങനെ ഞാൻ നമ്മുടെ കേരള സാരിയിലോട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വിഷു, ഓണം, തിരുവാതിര തുടങ്ങി എല്ലാ ഫെസ്റ്റിവൽസിനും ഞാൻ സ്ഥിരം ഈ സാരി ഉണ്ട് ഉടുക്കാറ്. ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോഴെങ്കിലും പുതിയൊരു സാരി കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. പക്ഷേ സാരില്ല, ആ ഒരു സാരി വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യക്കുട്ടൻ ഇതിനിടയ്ക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ കലാപരിപാടികൾക്കുള്ള സമയമാണ് കേട്ടോ. പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ഒരു കപ്പിൾ ഗെയിം വെച്ചാണ്. കിച്ചു ഇല്ലാത്ത കാരണം എനിക്ക് ശരിക്കും മിസ് ചെയ്തു കേട്ടോ. പങ്കെടുത്ത എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു ഗെയിം. അടുത്ത പരിപാടി നമ്മുടെ ലെമൺ സ്പൂൺ റേസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഓണം ആഘോഷ പരിപാടിയിലൊരു മെയിൻ ഐറ്റം ആണല്ലോ അത്. ഇപ്രാവശ്യം ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രൈസൊന്നും കിട്ടില്ലെങ്കിലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ പിള്ളേരുടെ കസേരകളി, അത് കഴിഞ്ഞ് ഞങ്ങളുടെ കസേരകളി, അത് കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരുടെ കസേരകളി, അങ്ങനെ മൊത്തം കളറായിരുന്നു കേട്ടോ. ഫൈനലി നമ്മുടെ ഓണക്കളികളിലെ മെയിനായിട്ട് നമ്മുടെ വടംവലി മത്സരം. അതിനായിട്ടൊരു കുറവ് വരുത്തണ്ടല്ലോ. ഒത്തിരി കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്താണ് സ്കൂളിലൊരു വടംവലി മത്സരത്തിന് കൊടുക്കുന്നത്. അതൊരു വമ്പൻ പരാജയമായിരുന്നു. അങ്ങനെ എന്തായാലും വടംവലി മത്സരത്തിൽ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ സദ്യ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളിരുന്ന് നല്ല അടിപൊളി സദ്യ കഴിച്ചു. ഇനി നമ്മൾ കബ്ദിനോട് ടാറ്റ ബൈ ബൈ പറയാനാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഇന്ന് ഉത്രാടാണ്. അപ്പം നാളത്തെ തിരുവോണ വിശേഷം കൂടെ കാണണ്ടേ. അതും കൂടെ ഞാൻ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഹലോ, അപ്പോൾ ഇന്ന് തിരുവോണാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അത് ഹാപ്പി ഓണം എന്ന് പറയൂ. ഓണം എന്നും കൂടെ പറ. ഓണം ഹാപ്പി. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ ആദ്യക്കുട്ടൻ അവിടെ പുറത്തൊരു JCB ഒന്ന് നിപ്പുണ്ട്. അതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും ഓണം നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ ഓണസദ്യ. കാരണം ഇവിടെ ഞാനും ആദ്യം മാത്രമല്ലേ ഉള്ളൂ. ഇവനെ വെച്ചിട്ട് എനിക്ക് സദ്യ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പിന്നെ കിച്ചില്ലാത്ത കാരണം ഞാനിങ്ങനെ പൂക്കളം ഇടാനൊന്നും, കാരണം ഞാൻ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കണം. സോ നമ്മളിവിടെ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് സദ്യ കഴിക്കാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാം. ഇന്ദു
ഓക്കെ, അബിയനെ കാണാൻ ഒരാൾ ഇങ്ങനെ ധൃതിയായിട്ടിരിക്കുകയാണ്. നമുക്ക് അബിയുടെ വീട്ടിൽ പോവാട്ടോ. അങ്ങനെ നമുക്ക് അവിടെ പോയി നമുക്ക് നല്ല അടിപൊളി സദ്യ കഴിച്ച് നമ്മുടെ ഓണം ആഘോഷിക്കാം. അടുത്ത ഓണം നാട്ടില് ഫാമിലിയുടെ കൂടെ ഒക്കെ ആഘോഷിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് പൊന്നു, അയ്യോ കോൾഡ് ആണോ? അപ്പൊ നമുക്ക് ഇനി അബിയുടെ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാണാം. അയ്യോ, ഇപ്രാവശ്യം എന്റെ ഓണം അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നല്ല കേട്ടോ. കാരണം നമ്മള് എന്തിനാ ഇപ്രാവശ്യം സത്യം പറഞ്ഞ ഐ ലവ് യു, സത്യം പറഞ്ഞാൽ കിച്ചു ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം തോന്നാൻ എനിക്ക് അങ്ങനെ വലിയ അടിപൊളി അങ്ങനെയൊന്നുമില്ല. മറ്റത് നമ്മൾ തന്നെ പൂക്കളൊക്കെ ഇവിടെ ഇടും, സദ്യ ഉണ്ടാക്കും. കഴിഞ്ഞ പ്രാവശ്യം സദ്യ ഉണ്ടാക്കില്ല, ഞങ്ങൾ ലുലുന്ന് മേടിക്കാട്ടോ ചെയ്തേ. അല്ലെങ്കിൽ നോർമലി ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും കിച്ചൻ്റെ ഓഫീസിൽ നിന്ന് ചിലപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നാട്ടിൽ എല്ലാവരുടെയും കൂടെ അടിപൊളിയാക്കാന്നാണ് ഞാൻ ഇവിടെ വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളോട്ട് കിടക്കാം. നമ്മൾ നേരെ നമ്മുടെ ആദിക്കുട്ടിന്റെ അബി ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ബാക്കി പരിപാടികൾ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഞാനും ആദ്യം കൂടെ അവന്റെ അബി ചേച്ചിയുടെ വീട്ടിലെത്തിട്ടോ. അവൻ പിന്നെ വന്ന വഴിക്ക് അവൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. എല്ലാം തപ്പിപ്പെറുക്കി അവൻ എന്തൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും കുറച്ച് എന്നോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഈ വരുന്ന മലയാളി മങ്കിയാണ് നമ്മുടെ ആദിക്കുട്ടൻ്റെ അബി ചേച്ചി. ആദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ അബിയ. അബിയുടെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ അവൻ എന്തു ചെയ്യും. അതാണ് എൻ്റെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട്. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ തിരുവോണ സദ്യ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളല്ലേ എല്ലാവരും ഇങ്ങനെ നിലത്ത് പായൊക്കെ വിരിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ സദ്യ കഴിക്കാൻ പോകുന്നത്. അങ്ങനെ കഴിക്കുമ്പോൾ സദ്യക്ക് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ ഈ വർഷത്തെ നല്ല തിരുവോണ സദ്യ നമ്മൾ അടിച്ച് പൊളിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങളും നല്ല സദ്യയൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നുണക്കുഴി സിനിമ ഇരുന്ന് കണ്ടു കേട്ടോ. അതിനുശേഷം ഞാനും ആദ്യം കൂടെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ലെസൺ പ്ലാൻ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ പരിപാടികളൊക്കെ ചെയ്തു. ഹലോ, അപ്പം നമ്മുടെ ഓണം വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ തിരുവോണമൊക്കെ നമ്മൾ അടിപൊളി സദ്യ കഴിച്ചിട്ട് ആസ്വദിച്ചു. നാളെ മൺഡേ എനിക്ക് സ്കൂളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ നോർമൽ ലീവും, പിന്നെ സൺഡേ നമുക്ക് നാളെയുള്ള നബിദിനത്തിൻ്റെ അവധിയാണ് അവർ ഇന്ന് തന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് 3 ദിവസം അവധി കിട്ടിയത്. അപ്പം നാളെ നമുക്ക് സ്കൂളിലെ ദിവസമാണ്. ഞാനത് എൻ്റെ ലെസൺ പ്ലാനൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യക്കൂട്ടൻ ഉറങ്ങി. ഇനി രാവിലേക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ആദ്യക്കൂട്ടൻ്റെ ഡേ കെയറിൽ പോകേണ്ട സാധനങ്ങളും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ എൻ്റെ ഈ ഓണത്തിൻ്റെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.